സൺസെറ്റ് വ്യൂ പോയിന്റ് ആയിരുന്നു. അതായത് സൂര്യാസ്തമയം കാണുന്നതിനും കാറ്റ് കൊള്ളുന്നതിനും വേണ്ടി ജനങ്ങൾക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാൻ വേണ്ടിയുള്ള ഒരു പോയിന്റ് ആയിരുന്നു. ഇതിവിടെ അന്നും ആമ്പലുണ്ട്. പക്ഷെ ഈ ആമ്പല് ഒരു യൂട്യൂബർ ഫേസ്ബുക്കിലിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് ഇത് വൈറലായാണ് ഇത് ഇന്ന് പേരെടുക്കുന്നത്. അതിനുശേഷം ഇത് ഒരു കൊടൂരാറ് മീനച്ചിലാറ് നദീതട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതൊരു ടൂറിസം പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ഈ ടൂറിസം പാക്കേജിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിച്ചു. ഇപ്പം അതിന് എംബോട്ട് മലരിക്കൽ ടൂറിസം സൊസൈറ്റി എന്നാ പേര്. അപ്പം അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എങ്കിലും അവരിതിനകത്ത് ശക്തമായി ഇടപെട്ടിട്ടില്ല. കാരണം ഇവിടുത്തെ വരുന്ന ഗസ്റ്റിന് വേണ്ട സൗകര്യങ്ങളില്ല. അതാണ് മെയിനായിട്ട് ഉള്ള അവർക്ക് ഇടപെടലിന്. പിന്നെ ഈ വള്ളങ്ങളെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുക. കനാൽ റൂൾ അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ നടത്തിയാണ് ഈ വള്ളങ്ങളെല്ലാം ഓടുന്നത്. പിന്നെ ഇതിന് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് ഉണ്ട്. വെള്ളം കൂടുന്ന സമയത്ത് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഇത് അതിനുശേഷം ഇതിപ്പം വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കണ്ടമാനം ധാരാളം വിദേശികളും സ്വദേശികളും അല്ലാത്തവരും എല്ലാം വന്ന് ഈ പൂ വിരിഞ്ഞ് നിൽക്കുന്ന സൗന്ദര്യം ആസ്വദിക്കാൻ വന്നിട്ടുണ്ട്. അത് വന്ന് കാണുന്നവർക്ക് നയന മനോഹരമാണ്. ഇതെങ്ങുമില്ല, ഈ ലോകത്ത് എങ്ങും ഇല്ലെന്നുള്ളതാണ് എനിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് വരുന്ന ഗസ്റ്റിനെ നമ്മൾ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ. അവർ കൊടുക്കുന്ന കാശിന് മുതലാണ്. ഈ ആമ്പല് വീണ്ടും കിളുക്കാനായിട്ട് ഇട വരുന്നത് ഈ പൂ വിരിഞ്ഞ് 4-5 ദിവസം നിലനിൽക്കും. അതിനുശേഷം ഇതിന്റെ ആയുസ് തീരുമ്പോൾ ഇത് വെള്ളത്തിൽ തന്നെ ഈ പൂ വീഴുക. അങ്ങനെ വീണ് കിടന്ന് അത് വലുതായി ഒരു ചെറിയ സബോളയുടെ വലുപ്പമാവും. ഒരു ചെറിയ സബോള ഇത് സബോളയുടെ വലുപ്പത്തേക്ക് നിൽക്കുന്നു. അത് പൊട്ടിച്ചു നോക്കി അതിനകത്തുണ്ട് വിത്ത്. ഇത് കണ്ടോ, കടുക് പോലെയുള്ള വിത്ത്. ഇത് ഈ വെള്ളത്തിൽ തന്നെ സ്പ്രെഡ് ചെയ്യും. വെള്ളം പറ്റിക്കും, കൃഷി ഇറക്കും, എന്നാലും ഈ വിത്ത് പോകുകയില്ല. അതിനുശേഷം നെക്സ്റ്റ് വിളവെടുപ്പ് കഴിയുമ്പോൾ വെള്ളം കയറ്റും, ആ കൂടെ ഇത് കിളുത്ത് കയറും. അങ്ങനെയാണ് ഇതിന്റെ ചക്രം, സർക്കിളാണ്. അല്ലാതെ ഇത് ആരും കൃഷി ചെയ്യുന്നതല്ല, ഇത് പ്രകൃതി കൊണ്ടുവന്നതാണ്. ഈ പ്രകൃതി നേരത്തെ തന്നെ ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ ഈ ആമ്പലുണ്ട്. പക്ഷെ ഇത് ആസ്വദിക്കുന്ന ജനം അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള ജനറേഷൻ വന്നത് ഈ കാലഘട്ടമാണ്. അതായത് 1916 ശേഷമുള്ള കാലഘട്ടങ്ങളിലാണ് ഇതിന് ആസ്വാദന ശേഷിയുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്നതാണെന്നും മനസ്സിലാക്കി ഇപ്പോൾ സ്വദേശി വിദേശി അങ്ങനെ എല്ലാവരും വന്ന് ഇത് കണ്ട് ആസ്വദിച്ചു. ഇത് വിരിഞ്ഞു നിൽക്കുന്നത് വൈകിട്ട് തന്നെ വിരിയാൻ തുടങ്ങും. എന്നാൽ പകല് 11 വരെ വിരിഞ്ഞു നിൽക്കും. അതിന് ശേഷം കൂമ്പി അത് വീണ്ടും മുട്ടുപോലാകും. അപ്പോൾ ഇത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. സാധാരണ പോലെ മുട്ടായിട്ട് നിൽക്കും. അതെന്തും അങ്ങനെയാണല്ലോ, പൂക്കൾ വിരിയുന്നതാണല്ലോ അതിന്റെ സൗന്ദര്യം. അങ്ങനെ ചേട്ടാ, താങ്ക് യു. വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി ചേട്ടൻ പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. ഇത് ഇപ്പോൾ കണ്ണിൽ നമുക്ക് വളരെ മനോഹരമാണ്. ഇതിൽ ക്യാമറ എത്ര മനോഹരമാണെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു മൊബൈൽ ക്യാമറയാണ്, ചെറിയ ക്യാമറയാണ്. കണ്ണിൽ കാണുന്നത് വളരെ മനോഹരമാണ്. ഇതുണ്ട്, ഇപ്പോൾ ഈ പൂ കണ്ടില്ലേ, ഇത് പൊട്ടിക്കുന്നതാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നേരത്തെ പൊട്ടിച്ചതാണ്. അപ്പോൾ ഈ പൂ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്നതാണ്. ഇത് നമുക്ക് പറിക്കാം. ഇത് ഇങ്ങനെ പതുക്കെ പിടിച്ചിട്ട് ഇത് പൊട്ടാതെ പതുക്കെ വെള്ളം കൂട്ടത്തിട്ട് പൊട്ടുമെന്നറിയില്ല, കിട്ടുന്നില്ല വലിച്ചിട്ട്. നേരത്തെ പെട്ടെന്ന് വന്നതാ. നല്ല അടിയിൽ നല്ല പണി. ഇതുണ്ടോ, ഇത്രയും ലെങ്ത് ഉണ്ട്. ഇതിന്റെ ഈ ലെങ്ത്തിൽ നിൽക്കുന്നുണ്ട്. അതായത് എൻ്റെ തലയ്ക്ക് മുകളിൽ അത്രയും ഞാൻ കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുന്നതാണ്. ഈ ഹൈറ്റിൽ വെള്ളമുണ്ട്. ഇപ്പോൾ ഒരു കൈക്ക് മുകളിൽ വെള്ളമുണ്ട്. അതായത് പരിപൂർണമായി മുങ്ങി പോയി ഈ ഒരു ഹൈറ്റിൽ മൊത്തത്തിൽ വെള്ളമുണ്ട്.
ഇത് 4 വീട്. മനോജ് ഒന്ന് നോക്കട്ടെ. ഇതുണ്ടോ? ഞാൻ ഇവിടെ ഇരിക്കാം, നീ എൻ്റെ ലെങ്ത് ഒന്ന് കാണിക്കും. ഇത്രയും. ഫസ്റ്റത്തെ പൂ പെട്ടെന്ന് പൊട്ടിച്ചു, രണ്ടാമത്തെ പൂ പൊട്ടിക്കാൻ കുറച്ച് പ്രസ് ചെയ്യേണ്ടി വന്നു. കാരണം ബലം അമിതം പെട്ടെന്ന് ഫോസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഒരു മഴക്കാറുണ്ട് കേട്ടോ, നമ്മൾ കുടയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും കഴിയുന്ന ആൾക്കാരൊക്കെ വന്ന് അമ്പൽ പാടം കാണുക, കേരളത്തിൻ്റെ നമ്മുടെ പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഭംഗി ആസ്വദിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മീ ഷിനു ഷേഖ് അബ്ദുൽ ഖാദർ. താങ്ക് യു, താങ്ക്സ് ലോട്ട്, താങ്ക് യു.